ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റേഷൻ അരി കൊണ്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പവും 5 ഇനം പലഹാരങ്ങൾ ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതി കാണിച്ചു തരാം. ഇനി ഒരു തേങ്ങ എടുത്ത് തിരികിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തേങ്ങാപ്പാൽ കട്ടിക്ക് പിഴിഞ്ഞെടുക്കാം. ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ വരത്തക്ക വിധം പിഴിഞ്ഞെടുക്കണം. കട്ടി തേങ്ങാപ്പാലായിരിക്കണം. അപ്പോൾ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റും രുചിയും കാണും. ഇത് ആദ്യം ജ്യൂസ് അരിപ്പിലും പിന്നെ ചെറിയ അരിപ്പിലും അരിച്ചെടുക്കാം. പെട്ടെന്ന് അരിച്ചെടുത്ത് ഒരു തരി പോലും തേങ്ങാപ്പീര ഒട്ടും ഇല്ലാതെ തന്നെ പാലെടുക്കണം. ഇത് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു കപ്പ് അളവിൽ മാവ് എടുക്കുകയാണ്. മാവെടുത്തൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരിച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അതുകൊണ്ട് തരികളെല്ലാം നല്ലതുപോലെ അരിച്ച് കളയാം. വലിയ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇനി സാൾട്ട് ഇട്ട് കൊടുക്കാം. പിങ്ക് സാൾട്ട് ഇട്ട് കൊടുത്ത് ഇനി തേങ്ങാപ്പാൽ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചിട്ട് തണുപ്പിച്ചൊന്ന് ഒഴിക്കാം. അപ്പോൾ അതേയൊന്ന് അടങ്ങാൻ വേണ്ടി മാത്രം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് മാവിലോട്ടൊഴിച്ച് നല്ലതുപോലെ കിണ്ടിയെടുക്കാം. തിളച്ച വെള്ളം എടുത്തൊഴിച്ചാൽ അത് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിൽ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് പതയൊന്ന് തണുക്കുമ്പോൾ ഇതിലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം നമ്മൾ പ്രത്യേകം എടുത്തു വച്ചിരിക്കണം. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ല കുഴച്ചെടുക്കണം. ഒന്ന് കുഴഞ്ഞു വന്നതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് റേഷൻ അരി നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്തുണക്കി മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ച് എടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ തട്ടെടുക്കാം. അതിൽ എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ നമ്മൾ തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സേവനാഴിയിലേക്ക് മാവ് നിറച്ച് കൊടുത്ത് ഇതുപോലെ അടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നല്ലതുപോലെ ഒന്ന് കറക്കി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കറക്കി കൊടുക്കാം. എളുപ്പത്തിൽ ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. നല്ല സോഫ്റ്റും രുചികരവുമായ ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഓരോ തട്ടിലും ഇതുപോലെ നിറച്ചതിന് ശേഷം ഓരോന്ന് അടുക്കി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. നല്ല മാവിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതുപോലെ പെട്ടെന്ന് സേവനാഴി കൂടെ വരണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയെങ്കിൽ മാത്രമേ ഇതുപോലെ ആയി കിട്ടത്തുള്ളൂ. ഓരോ തട്ടും ഇതുപോലെ അടുക്കി വയ്ക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് എടുത്ത് വയ്ക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. റേഷൻ അരി കൊണ്ട് പെട്ടെന്ന് ഇടിയപ്പം തയ്യാറാക്കാം. ഇനി അടുത്ത തട്ടും ഇതുപോലെ, ഇനി ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലും എണ്ണ തുടച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തിരുകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് മാവും കൂടെ ഇതുപോലെ പീച്ചി കൊടുക്കാം. ഇതുപോലെ കറക്കി ആകുമ്പോൾ ഒരു ഭംഗിയും കൂടെ കാണും. എത്ര ഇടിയപ്പം വേണമെങ്കിലും ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഓരോ തട്ടും നിറച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓരോന്നും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സോഫ്റ്റ് ഇടിയപ്പം തയ്യാറായി കഴിഞ്ഞു.
അടുത്ത ഇഡ്ഡലി തട്ടിൽ വെച്ച ഇടിയപ്പവും വെന്ത് നല്ല സോഫ്റ്റ് ഇടിയപ്പം ആയി കഴിഞ്ഞു. ഇടിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത പലഹാരത്തിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പിൽ വയ്ക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇനി അടുത്ത പലഹാരത്തിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാം. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പിങ്ക് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പുട്ടിന് വേണ്ടിയിട്ടാണ്. 1 കപ്പ് മാവിന് 1 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ കിണ്ടി എടുത്തതിന് ശേഷം തീ ഓഫാക്കാം. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് തന്നെയാണ് ഇത് കുഴച്ച് ഇതുപോലെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ വട്ടത്തിൽ കറക്കണം. അപ്പോൾ കട്ട എല്ലാം ഒരു സൈഡ് വന്ന് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ 2-3 പ്രാവശ്യം ആക്കുമ്പോൾ കട്ട എല്ലാം പൊടിഞ്ഞ് വരും. വെള്ളം കുടഞ്ഞ് കുഴച്ച് വെച്ചതിന് ശേഷം പുട്ടുകുറ്റിയിലേക്ക് വാരിയിടാം. പിന്നെ മിക്സിയിലിട്ടും ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴും ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 1.5 പിടി മാവ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. വീണ്ടും ഒരു 1.5 പിടി, അങ്ങനെ 2-3 ലെയറുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടപ്പടച്ച് വേവിച്ചെടുക്കാം. ആവി വരുമ്പോഴത്തേക്ക് തുറന്നെടുത്താൽ മതി. ഇപ്പോൾ പുട്ട് വെന്ത് കഴിഞ്ഞു. ഇതൊക്കെ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പുട്ട് ഇതുപോലെ വാരി വെച്ച് നല്ല ആവിയോടെ മഴ സമയത്തും രാവിലെ സമയത്തും ഒക്കെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കടലക്കറിയും കൂടെ തയ്യാറാക്കി വെക്കണം. കടലക്കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് പുട്ടിൻ്റെ കൂടെ കടലക്കറിയും നല്ല സോഫ്റ്റ് പുട്ടാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയിൽ കഴിക്കാൻ പറ്റും. കറിയില്ലാതെയും ഈ പുട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത പലഹാരത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും 1 ഗ്ലാസ് വെള്ളത്തിന് ഉപ്പിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് മാവിട്ട് കൊടുക്കാം. ഒട്ടും പശയില്ലാത്ത മാവായതുകൊണ്ട് ഇതിൽ വെള്ളം കൂടുതൽ വേണ്ടി വരും. കുഴയ്ക്കുമ്പോഴത്തേക്ക് പശയുള്ള മാവാണെങ്കിൽ ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ടി വരത്തില്ല. ഇതൊട്ടും പശയില്ല, അതുകൊണ്ട് വേറെ വെള്ളം ഇത്തിരി തിളപ്പിച്ച് വെച്ചിരുന്നാൽ ഇത് കുഴയ്ക്കുമ്പോഴൊക്കെ കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് കുഴച്ചെടുക്കാം. റേഷൻ അരി ഒട്ടും പാഴിപ്പോത്തുമില്ല. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചൂടോടെ ഇളക്കുകയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് എടുക്കണം. ചൂട് കുറഞ്ഞതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് അടുത്ത് വെച്ചിരുന്നാൽ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു കപ്പിൽ അടുത്ത് വെള്ളം വെച്ചിട്ട് ഇതുപോലെ കുറേശ്ശെ കുഴയ്ക്കുന്നതനുസരിച്ച് ചൂടോടെ തന്നെ നമുക്ക് നല്ല സ്പോഞ്ച് പോലെ ആക്കിയെടുക്കാം. ഓട്ടുപത്തലാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഓട്ടുപത്തൽ നല്ലതുപോലെ തയ്യാറാക്കിയെടുക്കാം. മാവ് നല്ല സ്പോഞ്ച് പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരേ പിടിയായിട്ട് ഉരുട്ടിയെടുക്കാം.
എന്നിട്ട് ചപ്പാത്തി കല്ലിൽ വെച്ച് ഒന്ന് പരത്തിയിട്ടാണ് ഇടുന്നത്. ഇത് കട്ടിയിലും ഉണ്ടാക്കാം, കട്ടി കുറച്ചും തയ്യാറാക്കാം. നമ്മളെ ഇഷ്ടം പോലെ അത് എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാം. ചിലർ കട്ട് കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുക്കുകയാണ്. നല്ലതുപോലെ പരത്തിയെടുത്തതിന് ശേഷം കല്ല് ചൂടാക്കാം. നല്ലതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി കല്ല് ചൂടാക്കിയതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് പൊള്ളിച്ചെടുക്കാം. ഓട്ടുപത്തൽ പണ്ടൊക്കെ കല്ലിലാണ്, കറച്ചട്ടിയുടെ കല്ലുണ്ടായിരുന്നു, അതിലാണ് ചുട്ടെടുക്കുന്നത്. ഓട്ടുപത്തലിന് വേണ്ടിയിട്ട് ഞാനൊരു കല്ല് മേടിച്ചതാണ്. അപ്പോൾ ഇവിടെ ഓട്ടുപത്തൽ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ മുട്ടക്കറിയാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. തേങ്ങ അരച്ച മുട്ടക്കറി, പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി ഒഴിച്ചാണ് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചൂടോടെ കഴിക്കാനും പറ്റും. ഇനി അടുത്ത പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. അതിലേക്ക് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ വെട്ടി തിളച്ച് എടുക്കാം. അതിലേക്ക് മാവ് ഒരു 2 ഗ്ലാസ്സേ ഇടുന്നുള്ളൂ. 3 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് നല്ലതുപോലെ വേവിച്ചെടുക്കാനുണ്ട്. ഒട്ടും പശയില്ലാത്ത മാവും കൂടെ ആയതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് തിളപ്പിക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ തന്നെ എല്ലാം കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം ഓരോ പിടിയായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് ഇപ്പോൾ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ തിരുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി തയ്യാറാക്കുന്നത് കൊഴുക്കട്ടയും, ആവിയിൽ വേവിച്ച കൊഴുക്കട്ടയും പിന്നെ ഇലയപ്പവുമാണ്. അതിന് രണ്ടും ഒരേപോലെ തന്നെ തയ്യാറാക്കിയെടുത്താൽ മതി. തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും മാത്രം മതി. ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി വയ്ക്കുകയാണ്. പച്ചവെള്ളത്തിലും മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ വേവ് കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. ഇനി ഓരോ പിടി ഉരുളയായിട്ടെടുത്ത മാവെടുത്ത് ഇതുപോലെ ഒരു ഹോളിട്ട് അകത്തേക്ക് വാരി വയ്ക്കണം. ഇതുപോലെ ഒരു കിണ്ണമാക്കി എടുക്കണം, എങ്കിലേ തേങ്ങയും ശർക്കരയും അകത്താക്കി വയ്ക്കാക്കൂ. എന്നിട്ട് 4 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടണം. നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ല ബോളാക്കി വയ്ക്കണം. അതുപോലെ എല്ലാം നമുക്ക് എത്ര വേണോ അതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കി വെച്ച് 2 സ്പൂൺ ഇട്ടതിന് ശേഷം നല്ലതുപോലെ അടച്ചെടുക്കാം. ഇതും ഇഡ്ഡലി തട്ടിൽ തന്നെ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇനി ഇത് അടച്ച് ആവി കയറ്റുമ്പോഴത്തേക്കും ബാക്കി വന്ന മാവെല്ലാം ഇലയപ്പമായിട്ട് തയ്യാറാക്കാം. ഇലയപ്പം ഇതുപോലെ പരത്തി കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ചപ്പാത്തി കല്ലിൽ വെച്ച്
ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരുപാട് നേരം എടുക്കും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി വെള്ളത്തിൽ തൊട്ട് പതുക്കെ പതുക്കെ പരത്തുമ്പോഴത്തേക്ക് സമയമെടുക്കും. ഞാൻ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കല്ലിൽ വെച്ചിട്ട് കുറച്ച് മാവും കൂടെ തൂകിയേ പരത്താൻ പറ്റൂ. ഇതുപോലെ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇലയിൽ വെച്ചിട്ട് നമുക്ക് 2-3 പിടി തേങ്ങ എടുത്ത് വയ്ക്കാം. തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ച് വെച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ടും നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി അതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കണം. അപ്പം ഇലയിൽ വെള്ളം കുടഞ്ഞു കൊടുത്താലും മതി, അപ്പോൾ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇലയുടെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മടക്കി വയ്ക്കാം. ഞാനിവിടെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വയ്ക്കുകയാണ്. ഇല മടക്കിയും വയ്ക്കാം. ഇത് മൽബറിയുടെ ഇലയിൽ ഉണ്ടാക്കിയതാണ്. വലിയ മൽബറിയുടെ ഇലയിൽ കുറച്ച് മാവ് പരത്തി ഇതുപോലെ വെച്ചതിന് ശേഷം അതിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം പോഷക ഗുണങ്ങളാണ്. അതുകൊണ്ട് ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലതുപോലെ പരത്തി മടക്കിയെടുക്കണം. കൊഴുക്കട്ട നല്ലതുപോലെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഇലയപ്പവും ഓരോ അടുക്കായിട്ട് എടുത്തു വയ്ക്കണം. ഇനി ആവി കയറ്റിയെടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കുമ്പോൾ വൈകുന്നേരം ചായക്ക് കടിയായിട്ട് എടുക്കാം. ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ, സ്കൂളിലുള്ള പിള്ളേർക്കും സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. മൽബറിയിലെ ഇലയാണ് പച്ച നിറത്തിൽ കാണുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ഇലയപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാ പലഹാരങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക. എല്ലാം നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.